കേരളത്തിൽ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് പല തട്ടിക്കൂട്ടിയ സർവേകളും പുറത്തു വരികയാണ്. ഈ സർവേകളിൽ ഭൂരിഭാഗവും പെയ്ഡ് സർവേകളാണ്, പൈസ കൊടുത്തിട്ടുണ്ടാക്കിയിരിക്കുന്ന സർവേകളാണ്, ഒരു വിശ്വാസ്യതയില്ലാത്ത സർവേകളാണ്. ഇത് പാർലമെന്റ് ഇലക്ഷൻ അങ്ങനെ തന്നെയായിരുന്നു. പാർലമെന്റ് ഇലക്ഷൻ നിങ്ങൾക്കറിയാം, പാലക്കാട് ശ്രീ VK ശ്രീകണ്ഠൻ 3ാം സ്ഥാനത്ത് പോകും എന്നാണ് സർവേ പറഞ്ഞത്. അദ്ദേഹം 2 പ്രാവശ്യമായിട്ട് MP ആണ് അവിടെ. ഇപ്രാവശ്യം 85,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് അവിടെ MP ആയത്. 2019 എറണാകുളത്ത് ശ്രീ ഹൈബി ഈഡൻ പരാജയപ്പെടുമെന്നും P രാജീവ് അവിടെ ജയിക്കും എന്നുമാണ് പാർലമെന്റ് ഇലക്ഷനിൽ പറഞ്ഞത്. എറണാകുളത്ത് അന്നത്തെ റെക്കോർഡ്, ഹൈബി പിന്നെ റെക്കോർഡ് തിരുത്തി, ഏറ്റവും വലിയ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ 1,60,000 വോട്ടിലാണ് ഹൈബി ഈഡൻ ജയിച്ചത്. ഷാഫി പറമ്പിൽ വടകരയിൽ തോറ്റുപോകുമെന്നാണ് പറഞ്ഞത്. പല സർവേകളും, പ്രധാനപ്പെട്ട സർവേകളൊക്കെ, ഇപ്പോൾ വരുന്ന ഈ സർവേകളൊക്കെ തോറ്റുപോകുന്ന പറഞ്ഞത്. 1,25,000 വോട്ടിനാണ് ഷാഫി പറമ്പിൽ ജയിച്ചത്. ഈ സർവേകളിലൊന്നും ഒരു കാര്യമില്ല. ഇത് പലതും നമുക്കറിയാം തട്ടിക്കൂട്ടിയ സർവേകളാണ്. യഥാർത്ഥത്തിലുള്ള ജനവികാരം പ്രതിഫലിക്കുന്ന സർവേകളല്ല. ജനവികാരം കൃത്യമാണ്. ഞങ്ങൾ എല്ലാ തെരഞ്ഞെടുപ്പിലും കൃത്യമായി ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്ത് സംഭവിക്കാൻ പോകുന്നതെന്ന്. ഈ കഴിഞ്ഞ 5 കൊല്ലത്തിനിടയിൽ ഒരു തെരഞ്ഞെടുപ്പിലും ഞങ്ങൾ പറഞ്ഞത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടില്ല. ഈ തെരഞ്ഞെടുപ്പിലും 100-ലധികം സീറ്റുമായി UDF ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിലേക്ക് തിരിച്ചു വരും, ഒരു സംശയമില്ല. അപ്പോ ഇത് ഭയങ്കര ഒപ്പത്തിനൊപ്പമാണെന്നാണ്, പുറകെ പോകുന്നല്ല, ഒപ്പത്തിനൊപ്പമാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി വലിയ മാർജിൻ LDFും UDFും തമ്മിലുണ്ട്. അത് ജനവികാരം നമുക്ക് തിരിച്ചറിയാം. ഞാൻ 125 നിയോജക മണ്ഡലങ്ങളിലും പോയ ആളാണ്, യാത്രയുമായി പോയ ആളാണ്. അതിനു മുമ്പ് ലോക്കൽ ബോഡി ഇലക്ഷനിൽ എല്ലാ ജില്ലകളിലും പോയതാണ്. ഇപ്പോൾ എല്ലാ ജില്ലകളിലും പോകുന്നത്. കഴിഞ്ഞ 6 മാസത്തിനകം 5 പ്രാവശ്യം എല്ലാ ജില്ലകളും സന്ദർശിച്ചിട്ടുള്ള ഒരാളാണ്. പ്രധാനപ്പെട്ട എല്ലാ നിയോജക മണ്ഡലങ്ങളിലും 2ഉം 3ഉം പ്രാവശ്യം പോയിട്ടുള്ള ഒരാളാണ്. ഇത് ജനവികാരം എന്ന് പറയുന്നത് ഈ സർക്കാരിനെതിരായി അതിശക്തമായി നിൽക്കുന്നു. അതേ അവസരത്തിൽ ചരിത്രത്തിലാദ്യമായി, ഇന്ത്യ ചരിത്രത്തിലാദ്യമായി UDF വളരെ തയ്യാറെടുപ്പോടുകൂടി ഒരു ഗവൺമെന്റ് അധികാരത്തിൽ വന്നാൽ എന്തു ചെയ്യണം എന്നുള്ള കൃത്യമായ നിർദ്ദേശങ്ങളുമായി ഗവേഷണതുല്യമായ പ്രവർത്തനങ്ങൾ നടത്തി നല്ല തയ്യാറെടുപ്പോടുകൂടി ഈ ഗവൺമെന്റ് എവിടെയെല്ലാം പരാജയപ്പെട്ടോ അവിടെയെല്ലാം കേരളത്തെ കൈപിടിച്ചെഴുന്നേൽപ്പിക്കാൻ, പുനരുജ്ജീവിപ്പിക്കാനുള്ള നിരവധി പദ്ധതികളുമായിട്ടാണ് UDF വരുന്നത്. വളരെ ഓൾട്ടർനേറ്റീവ് ബദൽ പദ്ധതികളുമായി എല്ലായിടത്തും കഴിഞ്ഞ 2 വർഷമായി നടക്കുന്ന പദ്ധതികൾ, അതുപോലെ ഈ സംസ്ഥാനത്തിന്റെ മുഖച്ഛായ തന്നെ മാറ്റുന്ന വലിയ, നമ്മുടെ കേരളത്തെ ഒരു പോർട്ട് സിറ്റിയാക്കി മാറ്റാൻ കഴിയുന്ന കോസ്റ്റൽ ഷിപ്പിംഗ് പദ്ധതി, അതുപോലെ 27 പദ്ധതികൾ കൊണ്ടുവരുന്ന ഏവിയേഷൻ പദ്ധതികൾ, എയർപോർട്ടുകളെ കൂട്ടിയിണക്കി, തൊഴിൽ സംരംഭ പദ്ധതി 10,000 സംരംഭങ്ങൾ തുടങ്ങുന്നു, അതുകൂടാതെ 5 ഗ്യാരണ്ടി രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചു. ഇതെല്ലാം ചേർന്ന് സമഗ്രമായ തയ്യാറെടുപ്പോടുകൂടിയാണ് UDF വരുന്നത്. ജനങ്ങൾക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ട് ഈ സർക്കാർ തുടരാൻ പാടില്ലെന്നും സർക്കാരിനെ താഴെ ഇറക്കണമെന്നും അതിന് പകരം വരുന്ന UDF ഗവൺമെന്റ് ഇവർ പരാജയപ്പെട്ട സ്ഥലത്ത് വിജയിക്കുമെന്ന് പൂർണ്ണമായ ഉറപ്പുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ 100-ലധികം സീറ്റുമായി ടീം UDF അധികാരത്തിലേക്ക് തിരിച്ചു വരിക തന്നെ ചെയ്യും. പിന്നെ തെരഞ്ഞെടുപ്പിൽ തോക്കുന്നുണ്ടപ്പോൾ വ്യാപകമായ അക്രമ സംഭവങ്ങൾ, ഇന്നലെ വളരെ വിശ്വപൗരനായ ലോകം മുഴുവൻ ആദരിക്കുന്ന ശ്രീ ശശി തരൂരിനെ വഴിയിൽ തടഞ്ഞ് ആക്രോശിച്ച് അദ്ദേഹത്തിന്റെ ഗൺമാനെ കയ്യേറ്റം ചെയ്യുകയും ചെയ്തു. കണ്ണൂർ ജില്ലയിൽ പല സ്ഥലത്തും നമ്മുടെ പ്രചരണ സാമഗ്രികൾ നശിപ്പിക്കുകയാണ് സംസ്ഥാനത്തുടനീളം. അത് തോൽവി മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഇവരുടെ ചില പ്രയാസങ്ങളാണ് ഈ കാണിക്കുന്നത്. അതിലൊന്നും UDFനെ തോൽപ്പിക്കാൻ കഴിയില്ല. UDF ജീവിക്കുന്നത് ജനമനസ്സിലാണ്. നല്ല അംഗീകാരത്തോടുകൂടി UDF തിരിച്ചു വരും. ഇപ്പൊ കണ്ടല്ലോ ഓരോരുത്തരുടെ മുഖങ്ങൾ വെളിവാവുകയല്ലേ. വെൽഫെയർ പാർട്ടി UDFന് പിന്തുണ കൊടുത്തു എന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കിയ മുഖ്യമന്ത്രി ഇപ്പൊ SDPയുടെ പിന്തുണയെക്കുറിച്ചും PDPയുടെ പിന്തുണയെക്കുറിച്ചും RSSന്റെ പിന്തുണയെക്കുറിച്ചും മൗനമാണ്. ഒന്നും പറയാനില്ല. മുഖ്യമന്ത്രി, നിങ്ങൾ ഈ പാർട്ടിക്കാരനാണല്ലോ, പാർട്ടി കോൺഗ്രസിന്റെ തീരുമാനം വായിക്കണം. പാർട്ടി കോൺഗ്രസിൽ പറഞ്ഞിരിക്കുന്നത് SDPI എക്സ്ട്രീം ഔട്ട്ഫിറ്റ് എന്നാണ്, തീവ്രവാദ സംഘടന എന്നാണ് CPMന്റെ പാർട്ടി കോൺഗ്രസിൽ പറഞ്ഞിരിക്കുന്നത്. ഞാൻ മുഖ്യമന്ത്രി വായിച്ചില്ലെങ്കിൽ ഞാൻ അദ്ദേഹത്തിന് അയച്ചുതരാം. പാർട്ടി കോൺഗ്രസിലെ ആ ഖണ്ഡികയെ ഞാൻ അയച്ചുതരാം. SDPI തീവ്രവാദ സംഘടനയാണെന്ന് CPM പാർട്ടി കോൺഗ്രസ് പ്രഖ്യാപിച്ച അവരുമായി കൂട്ടുചേർന്നാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ, പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. കാപട്യമോ നിന്റെ പേരാണോ പിണറായി വിജയൻ എന്ന് ചോദിക്കേണ്ട സ്ഥിതിയിലേക്ക് വരികയാണ്. പാർട്ടി കോൺഗ്രസിന്റെ തീരുമാനത്തെ പോലും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇവരോട്. പിന്നെ എന്തു പാർട്ടി കോൺഗ്രസാണ്? എന്തു പാർട്ടിയാണ്? അപ്പൊ ഇവിടെ എല്ലാ തീരുമാനവും എടുക്കും. അഖിലേന്ത്യാ കമ്മിറ്റിയൊക്കെ അതിന്റെ താഴെയാണ് എന്നുള്ള നിലയിലേക്കാണ് കാര്യങ്ങൾ വരുന്നത്. BJP കണ്ടില്ലേ, ക്രിസ്മസിനും ഈസ്റ്ററിനും കേക്കുമായിട്ട് ക്രൈസ്തവ ഭവനങ്ങളിലും ബിഷപ്പുമാരുടെ വീട്ടിലും പോകും.
എന്നിട്ട് ഇപ്പൊ FCRI ബില്ല് കൊണ്ടുവന്നിരിക്കുകയാണ്, അമെന്റ്മെന്റ് ബില്ല്. വേണമെങ്കിൽ ആരാധനാലയങ്ങളും എല്ലാം ഏറ്റെടുക്കാം, സർക്കാർ ഏറ്റെടുക്കാൻ പറ്റാവുന്ന അപകടകരമായ പ്രൊവിഷൻസ് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള FCRI ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ചു. ഇപ്പൊ അന്ന് കൊണ്ടുവന്നില്ല. അത് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് അതിനെ തിരിച്ചടിക്കുമെന്നത് കണ്ടാണ് തൽക്കാലം മാറ്റിയത്. അത് എപ്പോഴായാലും അതും വരും, ചർച്ച് ബില്ലും വരും. അപ്പൊ ഇവര് ആട്ടിൻ തോലിട്ട ചെന്നായിക്കളെ പോലെ ഇവിടെ വന്ന് പാവങ്ങളായിട്ട് അഭിനയിച്ച് കേക്ക് കൊണ്ടേ കൊടുക്കുകയും അവിടെ നല്ല പണി ഇങ്ങോട്ട് തരികയും ചെയ്യാം. ആരാധനാലയങ്ങളും സ്ഥാപനങ്ങളും വേണമെങ്കിൽ ഏറ്റെടുക്കാൻ കഴിയാവുന്ന ബില്ലിലെ പ്രൊവിഷൻ വെച്ചിട്ടാണ് FCRI ബില്ല് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ ഈ BJPയുടെയും സംഘപരിവാറിന്റെയും CPMന്റെയും എല്ലാം യഥാർത്ഥ മുഖം മൂടി ഈ തെരഞ്ഞെടുപ്പിൽ അഴിഞ്ഞു വീഴുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. അതൊക്കെ ജനങ്ങൾ വിലയിരുത്തും. അതിശക്തമായ മതേതര നിലപാട് സ്വീകരിച്ചിരിക്കുന്ന UDFനെ മതേതര കേരളം അംഗീകരിക്കുക തന്നെ ചെയ്യും, ഒരു സംശയമില്ല. ഈ മതരാഷ്ട്രവാദം ഉന്നയിക്കുന്ന നിലപാടായി കൊണ്ടുപോകുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ വാങ്ങിച്ചിട്ടാണ് ഈ മതേതരത്വം പറയുന്നത്. അല്ല, നിങ്ങളിത് അങ്ങനെ ചോദിക്കല്ലേ. 4 പതിറ്റാണ്ട് കാലം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കൂടെ അല്ലെങ്കിൽ CPMന്റെ കൂടെ ഈ ജമാഅത്തെ ഇസ്ലാമി ഉണ്ടായിരുന്ന അല്ലല്ല, ഞാൻ ചോദിക്കുന്നതിന് മറുപടി, നിങ്ങൾ ചോദിച്ചതിനാണ് ഞാൻ മറുപടി പറയുന്നത്. കൈരളി ടിവിക്കാർ പ്രകോപിപ്പിക്കാൻ പറ്റുകയാണ്. ഞാൻ പറഞ്ഞ അല്ല, നിങ്ങൾ ഇടയ്ക്ക് കയറി ചോദിക്കല്ലേ. ഇടയ്ക്ക് നിങ്ങൾ ചോദിച്ചതിന്റെ ഞാൻ ഉത്തരം പറയുമ്പോൾ നിങ്ങൾ ഇടയിൽ കയറി സംസാരിക്കരുത്. അതിന് കൃത്യമായ മറുപടി പല പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞു. 4 പതിറ്റാണ്ട് അവരെ തോളയിൽ വെച്ചുകൊണ്ട് നടന്നാണ് CPM. അപ്പൊ അവര് മതേതരവാദികളായിരുന്നു. 2019 മുതൽ അവരുണ്ടാക്കിയ വെൽഫെയർ പാർട്ടി ഞങ്ങൾക്ക് പിന്തുണ കൊടുത്തപ്പോ എങ്ങനെ വർഗീയവാദിയായി അവര്? ഞാൻ പറയണ കേക്ക്, നിങ്ങൾ ബഹളം ഉണ്ടാക്കിയല്ലേ. നിങ്ങൾ മനഃപൂർവ്വം കൈരളിയും ദേശാഭിമാനിയും എന്റെ ബൈറ്റ് അലങ്കോലപ്പെടുത്താൻ വന്നാൽ ഞാൻ പ്രകോപിതനാവില്ല. മുഖ്യമന്ത്രിയെ പോലെ ഞാൻ പ്രകോപിതനാവില്ല. ഞാൻ പറയുന്ന കേക്ക്, അത് കേൾക്ക്, അത് കേട്ടിട്ട് നിങ്ങൾ സംസാരിക്കും. അതായത് ഇവര് വന്നു, അപ്പൊ മുഖ്യമന്ത്രി ഒരു ദിവസം പറഞ്ഞു ജമാഅത്ത് ഇസ്ലാമിയായിട്ട് ഒരു ബന്ധം ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞില്ലേ. ഞാനപ്പോ വീഡിയോ ക്ലിപ്പ് കാണിച്ചു. ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്നത് അവര് ഞങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചത് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. അവർ നല്ല സംഘടനയാണ്, അവർ മതേതര നിലപാടുള്ള സംഘടനയാണെന്ന് പറഞ്ഞു. ഞാൻ വീഡിയോ ക്ലിപ്പ് കാണിച്ചപ്പോൾ അപ്പോ ജമാഅത്ത് ഇസ്ലാമിയായിട്ട് ഒരു ബന്ധമില്ല എന്നുള്ളത് മുഖ്യമന്ത്രി പിൻവലിച്ചു. അദ്ദേഹം പിന്നെ പറഞ്ഞു RSSുമായിട്ട് ഒരു ബന്ധവും ഒരു കാലത്തും ഉണ്ടായില്ലെന്ന്. അപ്പൊ അദ്ദേഹത്തിന്റെ തന്നെ ജോണി ലൂക്കോസ് മനോരമയുടെ അദ്ദേഹം നടത്തിയിട്ടുള്ള ഇന്റർവ്യൂവിൽ RSSുമായി ചില കാലത്ത് ബന്ധപ്പെട്ടിട്ടുണ്ട്, ചില കാലത്ത് ബന്ധപ്പെട്ടിട്ടില്ല. അതാണ് അവസരവാദം എന്ന് പറയുന്നത്. ഇത് രണ്ടും ഞങ്ങൾ തെളിവുകൾ സഹിതം ഞങ്ങൾ കൊണ്ടുവന്ന് മുഖ്യമന്ത്രിയുടെ മതേതരവാദം ഞങ്ങൾ പൊളിച്ചതാണ്. 4 പതിറ്റാണ്ട് ഇവരെ ചുമന്നുകൊണ്ട് നടന്നത്. ഇനി ലീഗ് മതേതരവാദി ആയിരുന്നു, ലീഗ് LDFിലേക്ക് വരില്ല എന്ന് പാണക്കാട് തങ്ങൾ കൃത്യമായി പ്രഖ്യാപിച്ചതിന്റെ പിറ്റേ ദിവസം മുതൽ ലീഗ് വർഗീയവാദിയായി. എന്നിട്ട് ബാബറി മസ്ജിദ് പൊളിച്ച കാലത്ത് ലീഗിന് തീവ്രവാദം പോരാ എന്ന് പറഞ്ഞ് ലീഗ് ഭിന്നിപ്പിച്ച് പുറത്തേക്ക് പോയ INL എടുത്തിട്ട് കക്ഷത്തിൽ വെച്ചിട്ടാണ് പിണറായി വിജയൻ നമ്മളെ മുസ്ലിം ലീഗിന് മതേതരത്വം പഠിപ്പിക്കാൻ പറ്റും. അത് വേണ്ട. SDPയുടെ കാര്യത്തിൽ സതീശേട്ടൻ പറയുന്നുണ്ട് SDPയുടെ വോട്ട് വേണം. ഇന്നലെ UDFന്റെ മഞ്ചേശ്വര സ്ഥാനാർത്ഥി വന്ന് SDP മതേതര പാർട്ടിയാണെന്നാണ്. അതൊന്നും ഞാൻ കേട്ടിട്ടില്ല. UDF ഒരു നിലപാടെടുത്ത് ഞങ്ങൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ തീരുമാനം ഞങ്ങൾ മാറ്റിയിട്ടില്ല. മനസ്സിലായില്ലേ? അത് UDFന്റെ തീരുമാനമാണ്. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ മുന്നണി ഇന്ത്യ ചരിത്രത്തിൽ അതുപോലെ ഒരു നിലപാട് എടുത്തിട്ടില്ല. ഇപ്പൊ കണ്ടില്ലേ, കാപട്യം കണ്ടില്ലേ? ആ പിന്തുണ കൊടുത്താൽ എങ്ങനെ വേണ്ടെന്ന് പറയുന്നതാണ് പിണറായി വിജയനും MV ഗോവിന്ദനും ചോദിക്കുന്നത്. എന്നിട്ട് പാർട്ടി കോൺഗ്രസിൽ ഖണ്ഡികയിൽ എഴുതി വെച്ചേക്കുവാണ് തീവ്രവാദ സംഘടന എന്ന് എഴുതി വെച്ചേക്കുക സ്വന്തം പാർട്ടി കോൺഗ്രസിൽ. ഇനി 77 ഈ ഇവരുടെ പിന്തുണയോടുകൂടിയാണ്, ജനസംഘത്തിന്റെ പിന്തുണയോടുകൂടിയാണ് ജയിച്ചു വന്നത്. 77 മാർച്ച് 4-ാം തീയതിയിലുള്ള ദേശാഭിമാനി പത്രത്തിൽ ഒരു ആർട്ടിക്കിൾ ഉണ്ട്. ഞങ്ങൾക്ക് ഇതൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട്. 77 പത്രം EMS പത്രാധിപരായിരിക്കുമ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്ന ജനസംഘം വർഗീയവാദികളല്ല, മതേതര പാർട്ടിയാണ്. അത് ന്യൂനപക്ഷ വിരുദ്ധരല്ല ജനസംഘം. ഈ കോൺഗ്രസുകാർ വെറുതെ അവരുടെ തലയിൽ അവര് വർഗീയവാദികളാണെന്നും അവര് ന്യൂനപക്ഷത്തിനെതിരാണെന്നും വരുത്തി തീർക്കുകയാണെന്ന് ദേശാഭിമാനിലെ ലേഖനം കൂടി എന്റെ ഇരിക്കുന്നുണ്ട്. 1977 മാർച്ച് 4-ാം തീയതി ഞങ്ങളുടെ കയ്യിൽ എല്ലാം ഉണ്ട്. അതുകൊണ്ട് ഞങ്ങൾ അതാണല്ലോ സംവാദത്തിന് വരാത്തത്. സംവാദത്തിന് വന്നു നോക്കാം, അപ്പൊ ഞങ്ങൾ പറഞ്ഞു തരാതില്ല മറുപടി. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പ്രതികരിച്ചത് ആശങ്ക വേണ്ട, പക്ഷെ കള്ളന്മാർ ഭയക്കണം എന്നാണ്. അത് ഒരു അല്ല, FCRI ആക്ട് അതിനു വേണ്ടിയിട്ടാണല്ലോ. തെറ്റായ നടപടികളിലൂടെ വിദേശത്ത് നിന്ന് പണം കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണല്ലോ FCRI. ഇപ്പോൾ വന്നിരിക്കുന്ന പ്രൊവിഷൻസ് സുരേഷ് ഗോപി ഒന്ന് വായിച്ചു നോക്കണം. അതിനകത്ത് എഴുതിയിരിക്കുന്നത് ഗവൺമെന്റിന് എപ്പോ വേണമെങ്കിലും ലൈസൻസ് റിന്യൂവൽ കൊടുക്കാതിരിക്കാം. മനസ്സിലായില്ലേ? ഏത് സമയത്ത് വേണമെങ്കിലും, എന്ത് കാരണത്തിന്റെ പുറത്ത് വേണമെങ്കിലും ലൈസൻസ് റിന്യൂവൽ കൊടുത്തില്ലെങ്കിൽ ആ സ്ഥാപനത്തിന്റെ ടേക്ക് ഓവർ ചെയ്യാം. ആരാധനാലയം വേണമെങ്കിൽ ടേക്ക് ഓവർ ചെയ്യാം,
അവർ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനോ അവർ തുടങ്ങിയിരിക്കുന്ന ഏത് സ്ഥാപനവും ഗവൺമെന്റിന് ടേക്ക് ഓവർ ചെയ്യാം. അത് ഭരണഘടനാ മൂല്യങ്ങൾക്ക് എതിരാണ്, മൌലികാവകാശങ്ങൾക്ക് എതിരാണ്, ന്യൂനപക്ഷ അവകാശങ്ങൾക്ക് എതിരാണ്. കൊണ്ടുവന്നിട്ട് അങ്ങ് ഏറ്റെടുക്കാൻ പോവാണ്. ഞങ്ങൾ ഇത് വഖഫ് ബില്ല് കൊണ്ടുവന്നപ്പോഴും അതിശക്തിയായി എതിർത്തത് അതുകൊണ്ടാണ്. അന്നും ഞങ്ങൾ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇവർ ചർച്ച് ബില്ലായിട്ട് വരുമെന്ന്. ഇവർ ചർച്ച് ബില്ലും തയ്യാറാക്കുന്നുണ്ട്. FCRA ആക്ടിൽ ഭേദഗതി അപകടകരമായ ഭേദഗതിയാണ്. അല്ലാതെ കേന്ദ്ര ഗവൺമെന്റിന്റെ നിയന്ത്രണം, വിദേശ നാണ്യ നിയന്ത്രണ ചട്ടങ്ങൾ ഉണ്ടാകണം, നിയമം ഉണ്ടാകണം, അതിലൊന്നും ഞങ്ങളെതിരല്ല. ഞങ്ങൾ കൊണ്ടുവന്നല്ലേ FCRA ആക്ട്. അത് വേണം, കാരണം വേറെ തരത്തിൽ ഉപയോഗിക്കാൻ പാടില്ല. ഇതിപ്പോ അങ്ങനെയല്ല. ഇത് കൃത്യമായി ന്യൂനപക്ഷങ്ങളുടെ പ്രോപ്പർട്ടി, അവരുടെ സ്ഥാപനങ്ങൾ തട്ടിയെടുക്കുന്നതിന് വേണ്ടി നടത്തിയിരിക്കുന്ന ഒരു അവതരണമാണ്. അപ്പൊ സുരേഷ് ഗോപി അതിന്റെ പ്രൊവിഷൻസ് ഒന്ന് വായിച്ചു നോക്കിയാണ്. ഇന്നിപ്പോ അല്പസമയം മുമ്പ് നമ്മുടെ KC വേണുഗോപാലിന്റെ ഒരു അഭിമുഖം ഒരു ചാനലിൽ വന്നിട്ടുണ്ട്. ആ അഭിമുഖത്തിന് മുഖ്യമന്ത്രിക്കുള്ള ഒരു മറുപടി പറഞ്ഞിട്ടുണ്ട്. മുഖ്യമന്ത്രിക്കുള്ള മറുപടി എന്ന് പറയുന്നത് വയനാട് ഫണ്ടുമായി ബന്ധപ്പെട്ട് ധനലക്ഷ്മി ബാങ്കിലാണ് തിരുവനന്തപുരത്തെ അക്കൗണ്ട് ഉള്ളത്. ധനലക്ഷ്മി ബാങ്കിൽ വന്ന തുക ഉപയോഗിച്ച് ഭൂമി വാങ്ങി. പക്ഷേ ഭൂമി വാങ്ങാൻ മതിയായ തുക അതിലെത്തിയിട്ടുണ്ടായിരുന്നില്ല. കയ്യിൽ നിന്ന് പൈസ എടുത്തിട്ടാണ് ഈ ഭൂമി വാങ്ങിച്ചത് എന്നാണ് പറഞ്ഞത്. അപ്പൊ ഇനിയിപ്പോ ആ ധനലക്ഷ്മി ബാങ്ക് അക്കൗണ്ടിൽ പൈസയൊന്നും ഇല്ലേ? അല്ല, അതൊന്നും നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല, നിങ്ങളോട് പറയേണ്ട കാര്യമില്ല. ഒരു പ്രോജക്ടിന്റെ കണക്ക് അവതരിപ്പിക്കുന്നത് എപ്പോഴാണ്? ആ പ്രോജക്റ്റ് തീർന്നു കഴിയുമ്പോൾ. അവിടെ ഞങ്ങൾ സ്ഥലം മേടിച്ചു, അവിടെ കെട്ടിടം പണിത്, പ്രോജക്റ്റ് തീർന്നു കഴിയുമ്പോൾ കണക്ക് പറയും. നിങ്ങൾ മുഖ്യമന്ത്രിയോട് ചോദിച്ചതിന്റെ കണക്ക് പറഞ്ഞില്ല. പാവപ്പെട്ട രക്തസാക്ഷികളുടെ പേരിൽ പയ്യന്നൂരിൽ പൈസ എടുത്തിട്ട് MLA നേതൃത്വത്തിൽ, ഏരിയ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ പൈസ മുഴുവൻ അടിച്ചു മാറ്റി. ആ പാവപ്പെട്ട അഭിമന്യുവിന്റെ പേരിൽ രക്തസാക്ഷി ഫണ്ട് ഉണ്ടാക്കിയിട്ട് അത് അടിച്ചു മാറ്റി. തിരുവനന്തപുരത്തെ വിഷ്ണുവിന്റെ രക്തസാക്ഷിയുടെ പേരിൽ ഫണ്ട് പിരിച്ചു കഴിഞ്ഞിട്ട് അത് അടിച്ചു മാറ്റിയ ആൾക്ക് ട്രിപ്പിൾ പ്രൊമോഷൻ കൊടുത്ത് വലിയ പോസ്റ്റിൽ വെച്ചു. ഇവിടെ പയ്യന്നൂർ അത് ചോദ്യം ചെയ്ത ആളെ പുറത്താക്കി, കട്ടവനെ ഉള്ളിൽ വെച്ചു. ഇതാണ് CPM. അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്ന് അന്വേഷിക്കും. പാവപ്പെട്ട രക്തസാക്ഷികളുടെ പേരിൽ ഇപ്പൊ അഭിമന്യുവിനെ SDPക്കാർ കൊന്നെന്നാണ് ദേശാഭിമാനി പത്രത്തിലും കൈരളിയിലും ഒക്കെ പറഞ്ഞത്. മനസ്സിലായില്ലേ? ആ SDPയുടെ പിന്തുണ സ്വീകരിക്കുന്നതിന് മുമ്പ് ഞാൻ പറ്റ മകനെ, എന്റെ റാസാവേ എന്നുള്ള ആ അമ്മയുടെ ഒരു നിലവിളിയുണ്ട്, ചങ്ക് പൊട്ടുന്ന ഒരു നിലവിളിയുണ്ട്. ഞങ്ങളൊക്കെ സങ്കടം വന്നാണ്. ഒരു കൊച്ചു പയ്യൻ SFI പ്രവർത്തകൻ അവിടെ മരിച്ചപ്പോ ചങ്ക് പൊട്ടുന്ന ഒരു അമ്മയുടെ നിലവിളിയുണ്ട്. എന്റെ റാസാവേ, ഞാൻ നിങ്ങൾ മിണ്ടായിരിക്കും, ഞാൻ മറുപടി പറയുമ്പോൾ നിങ്ങൾ സംസാരിക്കും. ഞാൻ പെറ്റ മകനെ എന്ന് പറയുന്ന ഒരു വിളിയുണ്ട്. നിങ്ങൾ എന്റെ ഇടയിൽ കയറി സംസാരിക്കാൻ പാടില്ല. നിങ്ങൾ ഇനി ചോദിക്കണ്ട എന്നോട്. അല്ലല്ല, ഇടയിൽ കയറി സംസാരിക്കരുത്. നിങ്ങൾ ഇടയിൽ കയറി സംസാരിക്കാൻ പാടില്ല. അതിനുള്ള അധികം നിങ്ങൾ നിർത്ത്. നിങ്ങൾ ഒരു ചോദ്യത്തിനും മറുപടിയില്ല. ഇതാണ് പരിപാടി. കൈരളിക്ക മീറ്റിംഗ് കലക്കാൻ വേണ്ടി അല്ലല്ല, ഞാൻ പ്രതിപക്ഷ നേതാവാണ്. നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയുന്നതിന്റെ ഇടയിൽ കയറി നിങ്ങൾക്ക് സംസാരിക്കാനുള്ള ഒരു അധികാരമില്ല. ഞാൻ ചൂടാക്കിയിട്ട് എന്നെ പ്രകോപിപ്പിക്കാൻ വേണ്ടി നിങ്ങളുടെ ഗൂഢാലോചന നടക്കൂല. അത് മുഖ്യമന്ത്രിയാണ് ചെയ്യുന്നത്, ഞാൻ ചെയ്യില്ല. മനസ്സിലായി? ശരി.